എല്ലാവരും പൂവിടുന്നതിൻ്റെ വീഡിയോ അല്ലേ ഇടുക. ഞാനിതാ പൂവ് ഇന്ന് വാരുന്നാണേ. അനിയത്തീൻ്റെ വീട്ടിൽ നിന്ന് ഓണമെല്ലാം ആഘോഷിച്ച് വന്നിട്ട് ഞാനിട്ട പൂക്കളം ഇതാ ഇന്ന് വാരുന്ന. പൂവ് വാരുക എന്ന് പറയുമ്പോൾ ആ പൂവിൻ്റെ ഒരു മണവും അതെല്ലാം എടുത്ത് ഇങ്ങനെ ആക്കുമ്പോൾ ഇല്ലേ വല്ലാത്തൊരു സങ്കടം. ഓണം കഴിഞ്ഞ് പോയല്ലോ എന്നുള്ളൊരു വിഷമം. അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതാ ഓണങ്ങെത്തി എന്നുള്ളൊരു സന്തോഷമായിരിക്കും. പൂവിടണം, പൂവ് പറിക്കണം, വാങ്ങണം, ഓണക്കോടി എടുക്കണം എന്നുള്ള ഈ ഒരു ഇതായിരിക്കും. എല്ലാവരെയും കാണാൻ ഒപ്പരം. ഇനിയിപ്പോൾ ഇതാ ഈ പൂവിങ്ങനെ ഇട്ട പൂവില്ലേ ഒരു മണോ ഈയൊരു മണോ ഈയൊരു സംഭവം വരണമെങ്കിൽ നമ്മളിനി ഒരു കൊല്ലം കാത്ത് നിൽക്കണം. ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ആരുണ്ടാവുന്നു, നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുമെന്നോ ഒന്നും നമുക്കറിയില്ല. ഇതൊരു ഭയങ്കര ഒരു ഫീലാണ്. ഇപ്പോൾ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്തൊരു സങ്കടം എന്നാന്നറിയില്ല. അങ്ങാടി കാണുമ്പോൾ എല്ലാം എന്താ പറയുക ഒരു ശൂന്യത പോലെ തോന്നും. നമ്മൾ എന്താ പറയുക ഓണം എന്ന് പറയുന്ന കേരളീയർ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണെങ്കിലും നമ്മൾ ഈ പൂവെല്ലാം ഇട്ടിട്ട് ഇതാക്കുന്ന ആൾക്കാർക്ക് അതൊരു ഭയങ്കര വല്ലാത്തൊരു ഇനി ഇതെല്ലാം എന്നാ പറയണ്ടേ എല്ലാം ഇവിടെ അടുത്തുള്ളൊരു തോട്ടിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കണം. ഞാൻ ഇന്നാണേ വന്നത്. അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇന്നാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വാരുന്ന പൂവ്. അല്ല ഇന്നലെ വാരേണ്ടതാണ്. പക്ഷെ ഇന്ന് എത്തിയോണ്ട് ഞാനിതാ കുളിയെല്ലാം കഴിഞ്ഞ് എന്താ പൂവിട്ട പൂവെല്ലാം വാരി എനിക്ക് കവറിലാക്കി തോട്ടിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കണം. എല്ലാവരും പൂവിടുന്നതല്ലേ അപ്പോൾ കാണിക്കുക. അപ്പോൾ നമ്മളെന്ത് പൂ വാരുന്നതും കാണിക്കണ്ടേ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ കൂട്ടുക. ഓക്കെ.